എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ വന്നിക്കണതേ ഓനെ തന്നെ ആ ഒറിജിനൽ കൊലയും പിന്നെ ആ ഡ്യൂപ്ലിക്കേറ്റ് മൊലയും വെച്ച് കിടക്കണില്ലേ, ഓനെക്കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാ. എന്നാ പിന്നെ തുടങ്ങല്ലേ വരും. ഈ ചെങ്ങായി 2 ചിരട്ടപ്പുട്ട് വെച്ചതും പോരാഞ്ഞിട്ടേ ഇപ്പം അത് വെച്ചിട്ട് റീൽസ് വിടൽ തുടങ്ങിയിരിക്കുന്നു. അതൊന്നും കണ്ടോക്കി. ഹലോ എന്തര കൊണ്ടാ ആശു വല്ല ആണിൻ്റെ ഒപ്പം പോയോ? ഓ എന്തൊക്കെയായിരുന്നു. എല്ലാവർക്കും സ്നേഹസലാം. എൻ്റെ സാമാനം മുറിച്ചത് കൊണ്ട് എനിക്ക് അനങ്ങാൻ പറ്റില്ല, എല്ലാവരും എൻ്റെ അണ്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തൊക്കെ അഭിനയമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അതാ ചിരട്ടപ്പുട്ട് വെച്ചിട്ട് വമ്പർ റീൽസ്. എൻ്റെ കുണ്ടാ ഇജ്ജ് വല്ലാത്തൊരു ചങ്ങായി തന്നെ കേട്ടോ. ഇതൊന്നല്ല, ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയായിരുന്നു ഇപ്പം എൻ്റെ അണ്ടി താങ്ങിന്ന്. ഇപ്പതാ വേറൊരാളും കൂടി വന്നിക്കണു, സർലാക്കമ്മച്ചി. എന്നിട്ട് ആ അമ്മച്ചി ഇല്ലേ ജാസി തുണി പൊക്കി കാണിച്ചിനെ ന്യായീകരിക്കാൻ വന്നിക്കണു. ഏതാന്നല്ലേ ആ അമ്മച്ചി? ഇത് അതൊന്നും ഉണ്ടോക്കി. ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് തുണി മാടി കാണിച്ചു കൊടുത്ത ജാസി ഒരു പരിചയമില്ലാത്തയോ ആണ് പറയുന്നത്. ആണല്ല പെണ്ണല്ല, ആണും പെണ്ണും കേട്ടതല്ലാതെ സംസാരം വരുന്നുണ്ട്. തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി 2020 മുതൽ ജാസിയുടെ ഫ്രണ്ടാണ്. 2020 മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും ജോലി വിളിക്കുകയും പരസ്പരം അവർ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്ന 2 ആൾക്കാരാണ്. ഇപ്പൊ എന്നെ പോലെ തന്നെ. അപ്പൊ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു, അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി. 2020 മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി. ഏതാ ഈ മൊണ്ണ? എന്താ പറഞ്ഞ് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ കാണിച്ചു കൊടുത്താന്നോ? ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലേ സാമാനം കാണിച്ചു കൊടുക്കല എൻ്റെ ഒക്കെ പണി. എന്നാലേ അധികം അണ്ടിമ തൂങ്ങണ്ട, നല്ല 8ന്റെ പണി കിട്ടും. അത് നല്ല 1-തരം ആണാണ്, ഇജ്ജ് വിചാരിക്കണ ആളൊന്നല്ല. ഓനേ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലേ അറിഞ്ഞൊന്ന് കാണിച്ചു തന്നു കഴിഞ്ഞാലേ പിന്നെ 10 മാസം കഴിഞ്ഞിട്ടേ നീച്ചാൻ പറ്റുള്ളൂ. അതുകൊണ്ടേ ആ അണ്ടിമന്നേ കുറച്ചൊരു അകലം പാലിക്കണതേ എൻ്റെ ആരോഗ്യത്തിന് നല്ലതാ. പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയണില്ലേ, ഇവന്റെ ഈ സിൽക്ക് ഡപ്പി കാണാൻ വിധിക്കപ്പെട്ട ഹെലൻ എന്തൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കേട്ടോക്കെ. ജാസി എന്റെ ഫ്രണ്ടാന്ന് പോലും അത് ജാസി മാത്രം തീരുമാനിച്ചാ മതിയാ? ഓൻ എന്റെ ഫ്രണ്ടാണെന്നുള്ളത് അല്ല, ഓനും അല്ല ഓളും അല്ല, ആ നായി എന്റെ ഫ്രണ്ടാണെന്നുള്ളത് ഓൻ തീരുമാനിച്ചാ മതിയാ? ഞാൻ പറയൊന്നും വേണ്ട. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഈ സ്ത്രീനോട് ആരാ പറഞ്ഞത് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നുള്ളത്? ഞാൻ എവിടെയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ദാറ്റ് വി ആർ ഫ്രണ്ട്സ്? നോ, എന്റെ ഫ്രണ്ടൊന്നും അല്ല ഇത്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇപ്പൊ ഈ ചേട്ടന്റെ ഫ്രണ്ട് അല്ല, മനസ്സിലായില്ലേ? ഞാൻ ഇവരെ ഫ്രണ്ട് അല്ല. ദയവ് ചെയ്തിട്ട് ഇറ്റ്സ് എ ഹ്യൂജ് റിക്വസ്റ്റ്, എനി ഓൺലൈൻ മീഡിയാസിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ ഈ പറയുന്ന ആളുടെ ഫ്രണ്ട് ആണെന്നൊന്നും പറയരുത്. ഞാൻ ഫ്രണ്ട് ഒന്നും അല്ല. അതന്നെ, അല്ലെങ്കിൽ ആരെ ഈ ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ ഈ കുണ്ടന്റെ ഫ്രണ്ട് ആകുക? ഈ കുണ്ടന്മാര് മൊത്തേ ബാക്കിന്റെ ആൾക്കാരാണ്. അപ്പൊ ആരെങ്കിലും ഇവന്റെ ഒക്കെ ഫ്രണ്ട് ആകുമോ? പിന്നെ ഇപ്പൊ ഈ സർലാക്കമ്മച്ചി പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ജാസി എന്ന് പറഞ്ഞ കുണ്ടല്ലേ തൊള്ള പൊളിച്ചാ നോണേ പറയുള്ളൂ. ഇപ്പൊ ഓന്റെ കൂട്ടത്തിലല്ലേ നടക്കണേ. അപ്പൊ പിന്നെ ഇതല്ല, അതിലപ്പുറം പ്രതീക്ഷിക്കാം. എന്തായാലും അമ്മച്ചി ഞാനൊരു കാര്യം പറയാം, അത് കുണ്ടന്മാരാണ്. ഇനി ഐറ്റളപ്പം നടന്നിട്ടേ നിങ്ങളെയും കുണ്ടാന്ന് വിളിക്കേണ്ടി വരും. അതുകൊണ്ട് റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലേ കുറച്ചൊരകലം പാലിക്കണത് നല്ലതാണ്. അത് പോട്ടെ, നിങ്ങളുടെ ആൾക്കാരത്തൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. മണ്ടക്കിട്ട് നല്ല കൊട്ട് കിട്ടുമ്പോഴേ താനേ മനസ്സിലായിക്കോളും. എന്തായാലും അമ്മച്ചി വേറെ എന്തൊക്കെ പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേട്ടോക്കാം. അല്ലാതെ തുണി ഊരി കാണിച്ചു, തുണി പൊക്കി കാണിച്ചു, വൈറലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എവിടെയോ കിടക്കുകയായിരുന്നു. പുറലോകം കാണാതെ കുറച്ച് നാളുകൊണ്ട് കിടക്കുകയായിരുന്നു. പബ്ലിക് വരാനൊന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു. അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറലാകാൻ വേണ്ടി. അയ്യോ, എവിടെയായിരുന്നു അമ്മച്ചി? ഈ അമ്മച്ചില്ലേ ആദ്യം മറ്റേ അലൻ ജോസ്പെറിക്കില്ലേ ഓന്റെ പിന്നാലെയായിരുന്നു. അതുമ്പോ വന്നിട്ട് കാര്യമില്ലാന്ന് കണ്ടപ്പോ ഇപ്പൊ ജാസിന്റെ ഒപ്പം കൂടിക്കുക. ഇപ്പൊ ജാസിന്റെ അണ്ടിയല്ലേ ഇപ്പൊ ഫേമസ്. അപ്പൊ അതുമ്പോ തൂങ്ങി നടക്കാണ്. അല്ലാതെ ഇപ്പൊ എവിടുന്ന് എത്രയും പെട്ടെന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പൊട്ടിമുളച്ചത്? പിന്നെ ഹെലനി ഈ കുണ്ടന്റെ ചുക്കാമണിന്റെ റീച്ച് ഒന്നും വേണ്ട. അതറിയണെങ്കിലേ ഓൾ അക്കൗണ്ടിലൊന്ന് പോയി എത്തി നോക്കിയാൽ മതി. അല്ല ആരുടെ ഈ പറയണേ? ഒരു ഉളുപ്പും മാനവസരവും ഇല്ലാത്ത മറ്റേ അലൻ ജോസ് പെരേരല്ലേ ഓൻ്റെ ഇപ്പം റീച്ച് ഉണ്ടാക്കാൻ നടന്നിരുന്ന ആളാ. ഇവരെല്ലാവരും ഇങ്ങനെ ഒരു ഗ്യാങ്ങാണ്, കുണ്ടനും മണ്ടനും ദാപ്പതും. ഇവരെപ്പത്തെ ഗ്യാങ്ങിനെ കാണണ്ടേ? ഇതൊന്നും ഉണ്ടോക്കി. ഹലോ ഗൈസ്, ജാസിയാണ്. അപ്പൊ ഇന്ന് എന്നെ കാണാൻ വന്ന ആളെ നോക്ക്, ജാനു. പിന്നെ ശ്രീ ഉണ്ട്. എന്നെ കാണാൻ വേണ്ടി വന്ന കുറെ ഫ്രൂട്ട്സും കുറെ സീഡ്സ് ഒക്കെ ആയിട്ട്. പിന്നെ ഇത് പെറ്റടക്കല്ലേ, എനിക്ക് ഫ്രൂട്ട്സും എനിക്ക് സീഡ്സ് ഒക്കെ കൊണ്ടുവരാനേ. ഓ എന്താ എൻ്റെ ഒരു സന്തോഷം. പെറ്റടക്കല്ലേ, അപ്പൊ അമ്മച്ചിമാര് കാണാൻ വന്നിക്കാണ്. കള്ള ഹിമാറ് കൊലവെട്ടി എന്ന് പറഞ്ഞിട്ടേ ജനങ്ങളെ പറ്റിച്ച് നടക്കുകയാണ്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. ജാൻമണിയും പിന്നെ ഒറിജിനൽ മണിയും പിന്നെ അതാ ബാക്കിലൊരു മുളക് മണി. മൊത്തത്തിലാപ്പാടേ ആ റൂമിൽ മൊത്തം ഒരു മണിക്കിലിക്കാം. ഓ ഇപ്പോഴാണ് സമാധാനമായത്. ആ മണിനാഥം നിലച്ചിട്ടില്ലല്ലോ.
ഇപ്പൊ പിന്നെ പഴയമാരിയൊന്നല്ല, അനങ്ങിയ മറ്റേ ബാത്റൂമിൽ പോയി വരുന്ന വീഡിയോ ആണ് ചെയ്യണത്. എന്റെ ബലമായ സംശയേ മൂലക്കുരുവിന്റെ സർജറി കഴിഞ്ഞിക്കണെന്നാ. ഇടക്കിടക്ക് ഇങ്ങനെ പോയി നോക്കണുണ്ടേ. ഇതൊന്ന് കണ്ടോക്കി. ഹലോ, ജാസിയാണ്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലും അടിപൊളിയായിട്ടുള്ള വർഷമാവട്ടെ. കഴിഞ്ഞ 2025 എന്ന വർഷം എൻ്റെ ലൈഫിൽ വലിയ തീരുമാനങ്ങൾ എടുത്തൊരു വർഷമായിരുന്നു. എൻ്റെ മനസ്സ് പോലെ തന്നെ എൻ്റെ ശരീരത്തെ പാകപ്പെടുത്താൻ പറ്റിയ ഒരു വർഷം തന്നെയായിരുന്നു. അത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഓ, വല്ലാത്തൊരു വർഷം തന്നെയായിരുന്നു. ഞങ്ങൾക്കും ഹാപ്പി ആയിരുന്നു. അത് ശരിയാ, ഇജന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിലേ അന്നെ എല്ലാരും കൂടിയിട്ടേ പഞ്ഞിക്കിട്ടിട്ടുണ്ടാവും. മറ്റേ ഗർഭം അതേ മറന്നോ? അതിന്ന് രക്ഷപ്പെടാനും പിന്നെ ഇജ്ജ് ഈ ചിരട്ടങ്ങനെ വെച്ചിട്ടേ എനക്ക് അലർജി വന്നിക്കാണ്. അപ്പൊ അതിന് തൽക്കാലം ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇജ്ജ് ചെയ്തിക്കണത്. പിന്നെന്താ പറഞ്ഞ ശരീരത്തിനെ പാകപ്പെടുത്തിന്നോ? എന്ത് 2 ചിരട്ടപ്പുട്ട് വെച്ചതോ? ചിരട്ടപ്പുട്ട് വെച്ചിട്ട് എന്താ കാര്യം? കൊല അവിടെ തന്നെ അല്ലേ? അതിനെജ്ജ് പാകപ്പെടുത്താതെ ഇജ്ജന്റെ ചന്തി എത്തിയിട്ടേ മുലണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമല്ല. ഇത് ഞാൻ വെറുതെ പറയണമെന്നല്ല, നിങ്ങളെന്നെ കണ്ടോക്കി. ഹലോ ഇപ്പൊ എന്തായി? ഉള്ള ചന്തിയും പോയി. ഇപ്പൊ നെഞ്ഞത്ത് 2 ചന്തിയും വെച്ച് വന്നിക്കുക. എന്നിട്ട് ആ ചന്തിയില്ലാത്ത ചെങ്ങായിൻ്റെ ഒപ്പേ ഒരു മരമോയന്ത് ഡാൻസ് ആട് നോക്കി. ആ മരക്കഴുതനെ കാണുമ്പോൾ തന്നെ 2 കൊടുക്കാൻ തോന്നും. സ്വന്തം കുടുംബത്തിന് ഉമ്മാനൊക്കെ വെറുപ്പിച്ചിട്ടേ ഒരു കൊലതാങ്കിന്റെ ഒപ്പം നിന്ന് ഡാൻസ് ആടുക. വൃത്തികെട്ട മൊണ്ണ സൈക്കിളും ചവിട്ടി ഇങ്ങനെ നടക്കുക, സ്വന്തം കുടുംബത്തിന്റെ മാനം കളഞ്ഞിട്ടേ. സത്യം പറയാലോ, ഇവനൊക്കെ തെരഞ്ഞു പിടിച്ചിട്ടേ ഇവന്റെയൊക്കെ സാമാനത്തിൽ മുളക് വെച്ച് വിടണം. അത്രക്കും വൃത്തികെട്ട പരിപാടിയല്ലേ ഇവര് ചെയ്തുകൊണ്ട് കിടക്കണ. എന്നിട്ട് ഇവരെ കുണ്ടം പരിപാടിക്കേ കൂട്ടു നിൽക്കാൻ കുറെ മരമൊണ്ണകളും. എടാ ചെങ്ങായിമാരെ, നേരങ്ങത്തിലേ മനുഷ്യന്മാരന്മാര് ജീവിക്കാൻ നോക്കി കുണ്ടന്മാരെ. എന്തൊക്കെ മനുഷ്യന്മാര് പറയണു. എന്നിട്ട് വല്ല ഉളുപ്പുണ്ടോ? നാണല്ലാത്ത വർഗങ്ങള്. എന്നിട്ട് പിന്നെ ഈ കുണ്ടന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങിക്കോളും. ഒരുത്തനാണെങ്കിൽ എന്തൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടേ അതെല്ലാരെയും തുറന്നു കാട്ടിയും കൊണ്ട് നടക്കുക. അതൊരു നാണമാനല്ലാത്ത കൈത. എന്തായാലും ഈ ചെങ്ങായിമാര് ഈ ചെങ്ങാഴ്ചകളെയും കാര്യങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരൂല. ഇവര് ഈ പോക്ക് പോവുകയാണെങ്കിലേ ഈ ഒരു ജന്മം മൊത്തം പറയേണ്ടി വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതൊക്കെ കണ്ടിട്ടേ ഇനി ഒരുപാട് കുണ്ടന്മാര് പുനർജനിക്കും. ഈ പേക്കോലൊക്കെ കെട്ടി നടന്നു കഴിഞ്ഞാലേ ഇവരൊന്നും ഒന്നും ചെയ്യൂലെന്ന് ഇവർക്ക് നല്ലോണം അറിയാം. എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ കുണ്ടന്മാരൊക്കെ തൊട്ടിട്ടേ പടച്ചോ നമ്മളെ മക്കളെ കാക്കട്ടെ. അപ്പൊ എന്തായാലും മറ്റൊരു കുണ്ടൻ നായ്ക്കള് വീഡിയോ അല്ലാതെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.